السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله، ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا شفيع الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള ഈ നാട്ടിലെ നേതാക്കളെ, ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ പരിപാടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു വിഷയത്തെയും അതിൻ്റെ എതിരാളികളായ ആളുകളുടെ പിഴച്ച വാദങ്ങളെയും ഏതാനും ഒരല്പനേരം നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇന്ന് സുന്നികളായ നമ്മളും സലഫികളും തമ്മിൽ വളരെയധികം ചർച്ചകളും
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രസംഗങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം എന്നത് നമ്മൾ അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച അളേക്കളത്ത് വെച്ചുകൊണ്ട് ഈ വിഷയമായി നിങ്ങളോട്, അല്ലെങ്കിൽ ഈ നാട്ടുള്ളാളക്കാരായ നിങ്ങളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സുന്നികളായ, അതല്ലെങ്കിൽ ലോകത്ത് വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമുകൾ, അവരെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ആരോപിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ആരോപണം, നമ്മൾ അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു, അല്ലാഹു അല്ലാത്തവരെ ദൈവങ്ങളാക്കിയും ഇലാഹുകളും ആക്കുന്നു എന്നാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആരോപണം. പ്രിയമുള്ള മുഅ്മിനുകളെ, ഒരു സലഫി എവിടെ വന്ന് പ്രസംഗിച്ചാലും, ഏത് മുക്കുമൂലകളിൽ പോയി അവർ പ്രസംഗിക്കുകയാണെങ്കിലും, അവരുടെ പ്രസംഗത്തിന്റെ ഏറ്റവും വലിയൊരു മാറ്റർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണ്. നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു. മദനി തങ്ങളെ വിളിച്ചുകൊണ്ടും, മഹാന്മാരാകുന്ന ബദരീങ്ങളെ വിളിച്ചുകൊണ്ടും, ഗൗസുൽ ആലമിനെ വിളിച്ചുകൊണ്ടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടും, ഇങ്ങനെ മൺമറഞ്ഞു പോയ ആ മഹത്തുക്കളായ ആളുകളെ വിളിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. മക്കയുടെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ഏറ്റവും വലിയ അബദ്ധം, അവർ അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥന നടത്തി. അല്ലാഹുവിനെ അംഗീകരിക്കാത്തവരല്ല അവർ അല്ലാഹുവിനെയാണ് അംഗീകരിച്ചത്. ഈ ലോകം പടച്ചവൻ അല്ലാഹുവാണ്. ഭൂമിയെ പടച്ചവനും ആകാശം പടച്ചവനും ഭക്ഷണം നൽകുന്നവനും വെള്ളം നൽകുന്നവനും എല്ലാം അല്ലാഹുവാണ് എന്നവർ സമ്മതിച്ചിരുന്നു. പിന്നെ അവർ ചെയ്ത തെറ്റെന്തായിരുന്നു? അതിവിടുത്തെ സുന്നികളെ പോലെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു അവർ പ്രാർത്ഥിച്ചു. ഇതാണ് മക്കയുടെ മുശ്രിക്കുകൾ ചെയ്തത്. ആ മക്ക മുശ്രിക്കുകളുടെ ഏർപ്പാടാണ് നമ്മുടെ നാട്ടിലുള്ള സുന്നികളും ചെയ്യുന്നത്. ഇതാണ് സലഫിയുടെ പ്രസംഗത്തിന്റെ ആകത്തുക. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കുട്ടി വന്ന് ഇവിടെ പ്രസംഗിച്ചിരുന്നു. ആ കുട്ടിക്ക് മറുപടി പറയാനല്ല ഞാൻ നിന്നത്. ആ കുട്ടിക്ക് പ്രസംഗത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിന് മറുപടി എന്നല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എവിടെ സലഫികൾ പോയാലും ഈ വിഷയം ആണ് അവർക്ക് സംസാരിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ കൃത്യമായി, വളരെ നന്നായി ഈ വിഷയം മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ് നമ്മെ പടച്ചവൻ അല്ലാഹുവാണ്. നമ്മളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ് എന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? അതാരെങ്കിലും അംഗീകരിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? ഒരൊറ്റൊരാളും നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. അതുപോലെ ആകാശം പടച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവനും
വെള്ളത്തിനെ സൃഷ്ടിച്ചവനും നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവനും ഗോളങ്ങളെ പടച്ചവനും ഓക്സിജൻ തരുന്നവനും ഭക്ഷണം നൽകുന്നവനും നമുക്ക് വെള്ളം തരുന്നവനും നമുക്ക് ഇവിടെ എല്ലാ ശക്തികൾ നൽകുന്നവനും അത് അല്ലാഹു ആണ്. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുന്ന അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. ഹുവല്ലദീ ഖലഖകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ പടച്ചവൻ. വമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന പണികളും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹ്, അല്ലാഹു ഒരു സംഗതി ഉദ്ദേശിക്കാതെ നിങ്ങൾക്കത് ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉദ്ദേശിക്കണമെങ്കിലും ആ സംഗതി അല്ലാഹു നമുക്ക് ഉദ്ദേശിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സർവപ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന കാര്യങ്ങളും അതെല്ലാം അതിൽ എല്ലാത്തിനും ശക്തി നൽകുന്നവൻ അല്ലാഹു ആണ്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഹയ്യ അലസ് സ്വലാഹ്, ഈ വിളി അങ്ങ് വിളിച്ചു പറയുമ്പോൾ നമ്മൾ ഉറക്കനെ പറയുന്ന ഒരു ദിക്റുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നീ തന്ന ശക്തിയല്ലാതെ, നീ നൽകുന്ന കഴിവല്ലാതെ ഇവിടെ ഒരു ശക്തിയുമില്ല. എല്ലാ ശക്തിയും നിന്റേതാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ ശേഷവും നമ്മൾ പറയുന്നു, ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നമസ്കാരത്തിന്റെ ശേഷം 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം ഇതൊക്കെ ഉറക്കനെ പറയുന്നവനാണ് അല്ലേ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നവർ ഇതുപോലും പറയാത്തവരാണ്. ഇപ്പൊ ഏതാനും ദിവസത്തിന്റെ ഉള്ളിൽ ഒരു കള്ള മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് സലഫികൾ. കഴിഞ്ഞ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച അല്ല, അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച മസ്ജിദ് തഖവയിൽ അറബി വന്നിട്ട് നബാത്തിയ ഖുതുബ ഓതിയില്ല, ഫാത്തിഹയിൽ ബിസ്മി ചൊല്ലിയിട്ടില്ല, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. 3 സംഗതി ഒരു മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കള്ള മെസ്സേജ്. സംഗതി എന്താ? ഈ ചങ്ങായി നിസ്കരിച്ച ഉടനെ സലാം വീട്ടിയ ഉടനെ എണീച്ചു ഓടിച്ചിട്ടുണ്ട്. അവിടെ എന്ത് നടന്നു എന്ന് ഈ ചങ്ങായിക്ക് അറിയില്ല. കൂട്ടുപ്രാർത്ഥന നടന്നോ ഇല്ലേ എന്നറിയണമെങ്കിൽ അവിടെ ഇരിക്കണ്ടേ? സലാം വീട്ടിയ ഉടനെ ഉറുപടിച്ച മാതിരി എണീച്ചോടുകയാണെങ്കിൽ അവിടെ കൂട്ടുപ്രാർത്ഥന നടന്നിനോ ഇല്ലയോ എന്നറിയോ? സംഗതി എന്താ? ബഹുമാനപ്പെട്ട സ്വബാഹി, ഇറാഖിലെ ഖാദിരിയ തരീഖത്തിൽപ്പെട്ട, റിഫായി തരീഖത്തിൽപ്പെട്ട ശൈഖ് സ്വബാഹി, അദ്ദേഹമായിരുന്നു അവിടെ ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ആരോപണം നബാത്യ ഖുതുബ ഓതിയിട്ടില്ല. ഇപ്പൊ ഞാൻ മുക്കച്ചേരിയിൽ നബാത്യ ഖുതുബ ഓതാറില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നബാത്യ ഖുതുബ തന്നെ ഓതണമെന്ന് ആരാണ് ഇവിടെ പറഞ്ഞത്? ഇബ്നു നബാത്തത്തിൽ മിസ്രി ഉണ്ടാക്കിയ ഖുതുബ തന്നെ ഓതണമെന്ന് നിയമമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വാദമുണ്ടോ? ഖുതുബ അറബിയിലാകണം എന്നുള്ള വാദമല്ലാതെ നബാത്യ ഖുതുബ ഓതണമെന്ന് ആരാ പറഞ്ഞത്? ഈ പോയത്തന്മാർ ഓരോന്നും
സംഗതി മനസ്സിലാക്കാതെ നബാത്തിയ ഖുതുബ ഓതിയിട്ടില്ലല്ലോ. വലിയ തെളിവാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിയത്. നബാത്തിയ ഖുതുബ ഓതിയിട്ടില്ല. നബാത്തിയ ഖുതുബ തന്നെ ആകണമെന്നില്ല. ആ ഖുതുബ അറബിയിലാകണം. അതാണ് നമ്മുടെ നിബന്ധന. അത് നബാത്തിയ ഖുതുബ ആയാലും അൽ ഖുതുബത്തുൽ മിംബരിയ ആയാലും, ഖുതുബത്തുൽ മിംബരിയ എന്ന് പറഞ്ഞിട്ടൊരു ഖുതുബയുണ്ട്. ഇബ്നു നബാത്തത്തുൽ മിസ്രിന്റെ മകനാകുന്ന അബൂ ത്വാഹിർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഖുതുബയുമുണ്ട്. അതും ആകാം. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഉണ്ടാക്കിയൊരു ഖുതുബയുണ്ട്. അതും ആകാം. അറബിയിലുള്ള ഖുതുബ ഏതും ആകാം. ഷർത്തും ഫർളും ഒത്ത. അപ്പൊ ഇതിന് ഏറ്റവും വലിയ പഴത്തമാണ് ഒന്നാമത്തെ പഴത്തം. രണ്ടാമത്തത് ബിസ്മി ഓതിയില്ല എന്നാണ് ആരോപണം. ഷെയ്ഖ് റിഫായി ഹനഫി മദ്ഹബുകാരനാണ്. അദ്ദേഹം ഹനഫി മദ്ഹബിൽ ബിസ്മി ഉറക്കനെ ഓതേണ്ടതല്ല, പതുക്കെ ഓതണമെന്നാണ്. ബിസ്മി ഓതണം, ബിസ്മി ചൊല്ലണം. പക്ഷേ പണ്ഡിതന്മാരുടെ ഇടയിൽ ഇമാം ഷാഫി തങ്ങളുടെയും അബൂ ഹനീഫ തങ്ങളുടെയും ഇടയിലുള്ള വ്യത്യാസം, അഭിപ്രായ വ്യത്യാസം, ബിസ്മി ജോറ് ഓതണോ അല്ല മെല്ലെ ഓതണോ എന്നാണ്. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു പതുക്കെ ഓതണം, ജോറ് ഓതണ്ട. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു ഫാത്തിഹയുടെ മറ്റായത്തുകൾ ഉറക്കനെ ഓതുന്നത് പോലെ ബിസ്മിയും ഉറക്കനെ ഓതണം എന്നാണ് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത്. രണ്ടാളുകൾക്കും തെളിവുണ്ട്. ഷെയ്ഖ് റിഫായി എന്ത് ചെയ്തു? സാധാരണ പതുക്കെയല്ല ഓതിയത്. ബിസ്മി ബാക്കി അൽഹംദു അങ്ങോട്ടുള്ള ആയത്തുകൾ ഓതുന്ന അത്ര ഉച്ചത്തിൽ ഓതിയില്ല. ഒരൽപ്പം സൗണ്ട് കുറച്ചിട്ടാണ് ബിസ്മി ഓതിയത്. ബിസ്മി ഓതിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ മറ്റ് ആയത്തുകൾ ഓതുന്ന അത്ര ജോറിൽ ഓതിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവർ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നു. ഫാത്തിഹയിൽ ബിസ്മി ഓതിയിട്ടില്ല. കാരണം ദജ്ജാലൂന കദ്ദാബൂനല്ലേ, കളവ് പറയലല്ലേ ഇവരുടെ ഏർപ്പാട്. വേറൊരു സംഗതിയും ഇവർക്കുണ്ടോ? അത്രയെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ചെറിയ പണി, അതിലും ഒരു കളവുണ്ടായിക്കോട്ടെ. പിന്നെ മൂന്നാമത്തെ സംഗതി എന്താ? നിസ്കാരത്തിന്റെ ശേഷം കൂട്ടുപ്രാർത്ഥന നടന്നിട്ടില്ല എന്നാണ്. ആര് പറഞ്ഞു ഇവിടെ കൂട്ടുപ്രാർത്ഥന നടന്നിട്ടില്ല? നീ ചങ്ങായി എണീച്ച് ഓടിയാൽ തിരിയോ അവിടെ നടന്നിനോ ഇല്ലേ? സലാം വീട്ടിയ ഉടനെ ഹനഫി മദ്ഹബിന്റെ നിയമപ്രകാരം ചെറിയ ദുആ നടത്തി, പിന്നെ റവാത്തിബ് നിസ്കാരം നടത്തി, പിന്നെ ദുആ നടക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹനഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത്. അങ്ങനെ ഷെയ്ഖ് റിഫായി സലാം കിട്ടിയ ഉടനെ ചെറിയൊരു ദുആ നടത്തി, ഒരു കൂട്ട പ്രാർത്ഥന നടത്തി. ആ നടത്തിയതിന് ശേഷം ഉടനെ 2 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചു. അത് കഴിഞ്ഞു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, മറ്റു ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. അതിന്റെ പുറമെ സാധാരണ ചെല്ലാത്ത ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്ന് തുടങ്ങിയ ദിക്റുകളും ചൊല്ലി വലിയ കൂട്ടു പ്രാർത്ഥന നടത്തിയിട്ടാണ് അവിടെ പിരിഞ്ഞത്. സാധാരണ നമ്മളൊക്കെ ഹസ്ബി റബ്ബി ജല്ലല്ലാ എന്നൊക്കെ ചെല്ലാറില്ലല്ലോ. ഇത് കുറെ എക്സ്ട്രാ ദിക്റുകളും കൂടി ചൊല്ലിയിട്ടാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സബാഹി അവിടെ കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്. സംസാരിച്ചാൽ കളവ്, ബായി പറഞ്ഞാൽ കളവ്. ഇതാണ് മുനാഫിക്കിന്റെ അടയാളം. സർവസലഫുകൾ മുനാഫിക്കുകളാണല്ലോ. അതുകൊണ്ട് കളവ് പറയുന്നതിന് വേറെ ഏർപ്പാട് ഇവർക്കില്ല. അല്ലാഹു അവരുടെ ഷർറുകളൊന്നും മുസ്ലിം സമുദായത്തെ കാക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എല്ലാ സമയത്തും ദുആ നടത്തേണ്ടതാണത്. ഒരിക്കലും മാത്രമല്ല, വലിയൊരു ക്യാൻസറാണ് ഈ വഹാബിസം എന്ന് പറയുന്ന സാധനം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹുവാണ് എല്ലാം ചെയ്യുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എല്ലാം പരിപാലിക്കുന്നവൻ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ തന്നതിനെ തടയുന്നവരില്ല. നീയാണ് എല്ലാം തരുന്നവൻ, എല്ലാം നൽകുന്നവൻ നീയാണ്. നീ തന്നതിനെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അത് ഏതുവില മുതലാളിയായാലും, ഏതുവില പോലീസ് അധികാരിയായാലും, ഏത് രാഷ്ട്രീയക്കാരനായാലും, എത്ര വലിയ ശക്തിയുള്ളവനായാലും നീ തന്നതിനെ തടയുന്നവൻ ഇല്ല. ലാ മാനിഅ ലിമാ അഅ്തൈത, നീ തന്നതിനെ തടയുന്നവൻ ഇല്ല.
വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ തരുന്നവനും ഇല്ല. നീ ഒരു സാധനം, ഒരു വസ്തു ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, നൽകാൻ നിന്റെ ഉദ്ദേശത്തിലില്ലെങ്കിൽ, നിന്റെ തീർമാനത്തിൽ അതില്ലെങ്കിൽ അത് നൽകുന്നവരില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ കൊടുക്കുന്നവനില്ല. വലാ മുബദ്ദില ലിമാ ഹകംത, നീ വിധിച്ച വിധിയെ ചേഞ്ച് ചെയ്യുന്നവരില്ല. നിന്റെ ജഡ്ജ്മെന്റ് അത് അവസാനത്തെ ജഡ്ജ്മെന്റാണ്, അത് ഫൈനൽ തീർമാനമാണ്. അതിനെ തടുക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല, അതിനെ മാറ്റാൻ കഴിയില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നിന്റെ വിധിയെ തടുക്കുന്നവരില്ല, നിന്റെ വിധിനെ തള്ളുന്നവരില്ല, അതിനെ എതിർക്കുന്നവരില്ല. 5 വഖ്ത് നിസ്കാരത്തിന്റെ ശേഷം വളരെ വ്യക്തമായ നിലക്ക് പറയുന്നവരാണ് നമ്മളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെയാണ്. തരുന്നവന് അള്ളാഹുവാണ്, ജീവിപ്പിക്കുന്നവന് അള്ളാഹുവാണ്, രോഗം ശിഫയാക്കുന്നവന് അള്ളാഹുവാണ്. അല്ലേ? നമുക്ക് രോഗം നൽകുന്നവന് അള്ളാഹുവാണ്, രോഗം നൽകുന്നവനും അള്ളാഹുവാണ്, അതേ സുഖപ്പെടുത്തുന്നവനും അള്ളാഹുവാണ്. രോഗം സുഖപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും നമ്മൾ ഡോക്ടർമാരെ ബന്ധപ്പെടും, മരുന്നുകൾ കഴിക്കും, ടാബ്ലറ്റുകൾ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ ഉപയോഗപ്പെടുത്തും. ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയും, ഉമ്മ എനിക്ക് ദാഹിക്കുന്നു, കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണം. ഉമ്മ അതാ ഗ്ലാസിൽ കൊണ്ടുവന്നുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഒരു ഗ്ലാസിൽ വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് നൽകുന്നു. ആ വെള്ളം അതാ നമ്മൾ കുടിക്കുന്നു. കുടിച്ചതിന്റെ ശേഷം അൽഹംദുലില്ലാഹി ഉമ്മി, എന്റെ ഉമ്മാക്കാണ് എല്ലാ സ്തുതിയും, വെള്ളം തന്നത് ഉമ്മയാണല്ലോ, അതുകൊണ്ട് ഉമ്മനെ സ്തുതിക്കുന്നുവോ? ഇല്ല. അതല്ലെങ്കിൽ വെള്ളം കൊണ്ടു തന്ന ഭാര്യ, അൽഹംദുലി സൗജതി, എന്റെ ഭാര്യക്കാണ് എല്ലാ സ്തുതി, വെള്ളം ചോദിക്കുമ്പോൾ ഗ്ലാസിൽ ഒഴിച്ചുകൊണ്ട് എന്റെ ഭാര്യ എനിക്ക് വെള്ളം കൊണ്ടു തന്നല്ലോ എന്ന നിലക്ക് ഭാര്യയെ നമ്മൾ സ്തുതിക്കാറില്ല. പിന്നെയോ അതിന് പകരം നമ്മൾ വെള്ളം കുടിച്ചു തീർന്നതിന് ശേഷം പറയുന്നത് അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ്, സ്തുതി അല്ലാഹുവിനാണ് എന്നാ പറയുന്നത്. വിശക്കുന്ന സമയത്ത് ഉമ്മയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഉമ്മ വിശക്കുന്നു, ഭക്ഷണം വേണം. ഉമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഏകദേശം 1 മണിക്കൂറോ 2 മണിക്കൂറോ അധ്വാനിക്കുന്നു. അതിന് വേണ്ടിയുള്ള കറികൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഭക്ഷണവും ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി ഒരു പാത്രത്തിൽ ഇട്ടുകൊണ്ട് ഉമ്മ നമ്മുടെ മുന്നിൽ കൊണ്ടുതരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അൽഹംദുലി ഉമ്മീ, എനിക്ക് വേണ്ടി ഭക്ഷണം തയ്യാറ് ചെയ്തത് ഉമ്മയാണല്ലോ, ഭക്ഷണം ഉണ്ടാക്കാനുള്ള അരി കഴുകി വൃത്തിയാക്കിയത് എന്റെ ഉമ്മയാണ്. ആ അരിയെ വെള്ളത്തിലിട്ടുകൊണ്ട് അടുപ്പിൽ വെച്ചുകൊണ്ട് വേവിച്ചത് എന്റെ ഉമ്മയാണ്. വേവിച്ചതിന് ശേഷം അതിനെ പാർന്നുകൊണ്ട് ഭക്ഷണമുണ്ടാക്കിയത്, ചോറുണ്ടാക്കിയത് എന്റെ ഉമ്മയാണ്. പാത്രം കഴുകി വൃത്തിയാക്കിയത് എന്റെ ഉമ്മയാണ്. പാത്രത്തിൽ ഇട്ടുകൊണ്ട് കൊണ്ടുതന്നത് ഉമ്മയാണ്. എത്രയോ പണികൾ എടുത്തിട്ടാണ് എന്റെ ഉമ്മ എന്റെ മുന്നിലേക്ക് ഈ ഭക്ഷണം കൊണ്ടുതന്നത്. അതുകൊണ്ട് തന്നെ അൽഹംദുലി ഉമ്മീ, എന്റെ ഉമ്മാക്കാണ് എല്ലാ സ്തുതിയുമെന്ന് പറയുന്നുവോ? ഇല്ല. അപ്പോഴേക്കും പറയുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. അല്ലദീ അത്അമനീ വസഖാനീ മിൻ ഗൈരി ഹൗലിൻ വലാ ഖുവ്വത്തിൻ മിന്നീ, എന്റെ വക്കൽന്നുള്ള ഒരു ശക്തിയുമില്ലാതെ, എന്റെ വക്കൽന്നുള്ള ഒരു ആവതുമില്ലാതെ എനിക്ക് ഭക്ഷണം തന്ന, എനിക്ക് വെള്ളം തന്ന എന്റെ റബ്ബാകുന്ന അല്ലാഹുവിനാണ് സ്തുതി
ഇതാണല്ലോ നമ്മൾ പറയുന്നത്. എന്റെ കാരണം അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നവൻ, അല്ലാഹുവാണ് നമുക്ക് വെള്ളം തരുന്നവൻ, എല്ലാം അല്ലാഹുവാണ്. ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ അല്ലാഹു അല്ല എന്ന്? ആർക്കും വിശ്വാസമില്ല. രോഗം സുഖപ്പെടുത്തുന്നവനും ഭക്ഷണം നൽകുന്നവനും ഓക്സിജൻ തരുന്നവനും എല്ലാം അല്ലാഹു ആണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ സുന്നിയുടെ വിശ്വാസം. പക്ഷേ അല്ലാഹുവാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ് എന്നതുകൊണ്ട് ഇവിടെ അല്ലാഹു നിശ്ചയിച്ച മാധ്യമങ്ങളുമായി ബന്ധപ്പെടരുത് എന്നുണ്ടോ? അല്ലാഹു നിശ്ചയിച്ച ആളുകളുമായി ബന്ധപ്പെടരുത് എന്ന നിയമമുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു നിശ്ചയിച്ച മാധ്യമങ്ങളുമായി നമുക്ക് ബന്ധപ്പെടാം. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ് എന്നതുകൊണ്ട് ഡോക്ടറുമായി നമ്മൾ ബന്ധപ്പെടരുത് എന്ന നിയമമുണ്ടോ? ഇല്ല. ഡോക്ടറിനോട് ബന്ധപ്പെടാം. രോഗശിഫിയാക്കുന്ന